ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് 3 വടി 4 വടി മുത്തൂസ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ബക്കറ്റ് കമത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ വടീനെ നമ്മളിവിടെ കെട്ടാൻ പോവാണ്. ഇപ്പൊ മുത്തൂസ് ഇവിടെ ഇരുന്ന ബക്കറ്റിനും കെട്ടുന്നുണ്ട് കേട്ടോ. ബക്കറ്റ് ആയതുകൊണ്ട്, ഇങ്ങനത്തെ ബക്കറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ട്സ് വടി കെട്ടുന്നത്. അല്ലെങ്കിൽ ഈ സ്റ്റിക്ക് താഴെ വീഴും കേട്ടോ, മറിഞ്ഞു വീഴും. വടിയൊക്കെ കെട്ടി ഇപ്പൊ വടിയൊക്കെ നല്ല ഉറപ്പിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഇപ്രാവശ്യം കുറെ മാലുണ്ട് കേട്ടോ. കേക്ക് കണ്ടോ, പക്ഷെ 3 തരമാണ്. 3 തരത്തിലുള്ള മാല അല്ലേ? 3 അല്ല 4 തരമുണ്ട്. നമുക്ക് വേണ്ട, നമുക്ക് ഇതുകൊണ്ട് തുടങ്ങാം. അപ്പൊ ഓക്കെ, അതുകൊണ്ട് തുടങ്ങാം. അതാണ് നല്ല ഗ്രീൻ കളർ കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഇതിന്റെ മേലേന്ന് തുടങ്ങി നമുക്ക് തുടങ്ങാം. ചുറ്റി ചുറ്റി തുടങ്ങാം കേട്ടോ. ഒരു ചെറിയ ബക്കറ്റാണ് കേട്ടോ ഇത്, വലിയ ബക്കറ്റല്ല, ചെറിയ ബക്കറ്റാണ് നല്ലത് അല്ലേ? മറ്റേ വലിയ ബക്കറ്റ് ആകുമ്പോ ഇത്തിരി വട്ടം കൂടുതൽ വേണം. അപ്പൊ ഞങ്ങളിത് ചുറ്റി ചുറ്റി എടുക്കട്ടെ കേട്ടോ. ചുറ്റി 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 ഇങ്ങനെ ചുറ്റി ഞാൻ തലകറങ്ങി വീഴും. നല്ല തിക്കായിട്ട് ചുറ്റണം മുത്തേ. ഇതുപോലെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുള്ളവർ കമന്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. ഇപ്പൊ മിക്കവരും ഇങ്ങനെ തന്നെ. അതെ, അപ്പൊ എല്ലാവരും ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം. റെഡിമെയ്ഡ് ട്രീ വരുന്നുണ്ട് അല്ലേ? റെഡി ഇതിവിടെ തിക്കായിട്ട് ആക്കട കുട്ട. തിക്ക് നല്ല തിക്കായിട്ട് ആക്ക്. കാരണം നമുക്ക് കുറെ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇവിടെ വരെ എത്തണം. അവിടെ വരെ എത്തുവന്നാലും മേലേക്ക് മേലെ ചുറ്റില്ലെങ്കിലും എന്റെ തിക്കായി ചുറ്റുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി വരുള്ളൂ. ഇപ്രാവശ്യം ഞങ്ങൾ പുൽക്കൂടൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ട്രീ മാത്രമാണ്. കഴിഞ്ഞ വർഷം നമ്മൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി അല്ലേ? ഇച്ചിരി പണിയാ ചുറ്റി ചുറ്റി എടുക്കാനായിട്ട് കേട്ടോ. കുറച്ച് പണിയുണ്ട്. അപ്പൊ മുത്തൂസ് ഇങ്ങനെ ചുറ്റി ചുറ്റി വരട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ ട്രീ റെഡിയാക്കാൻ ആരവും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിവിടെ പിന്നെ അതല്ല മറ്റേ ഇവിടെ തൊട്ട് തിക്ക് കൂടി അവിടെ തിക്ക് കളർ മാറിയത് മാത്രല്ല അതവിടേക്കാണ് തന്നെയാ. അതാ പറഞ്ഞ മുത്തേ, ഇവിടെ ഇത്തിരി തിക്കില് ഇത് വെക്കണം. കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ കാണുമ്പോ കുഴപ്പം തോന്നില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ വെച്ച് കുത്തി വെക്കണം. കുത്തി വെക്കാൻ പറ്റും. അത് ഇത്തിരി തിക്കിലാക്കാൻ പറ്റില്ലേ? തിക്കിലാക്കിക്കോ. അതല്ല ഇങ്ങനെ അതവിടെ വെച്ചാ മതി. രസമുണ്ട് കേട്ടാ. ഇതാ ഞാൻ പറഞ്ഞ, കൂടുതൽ തിക്കായാലും പ്രശ്നമാ. എത്തൂല്ലേ എപ്പോഴും? ഓ അതെ, മറ്റേതും കൂടി ചിറ്റത് അത് അടിയിൽ ചിറ്റിട്ട് അത് വേണ്ടെന്ന് പറഞ്ഞില്ല. അതെത്തില്ലേ? അത് നമുക്ക് എന്താ ചെയ്യാന്നറിയോ? ആ ചെടിയുടെ കൊമ്പ് വെട്ടിട്ട് ഇവിടെ അടിയിൽ ഇങ്ങനെ കുത്തി നിർത്തി വെക്കാടാ. ഇവിടെ ഇത്രയും പോകുന്ന ചെടിയുടെ കൊമ്പ് വെട്ടിട്ട് ഇങ്ങനെ വെക്ക. നല്ല ഭംഗിയായിട്ട് മറ്റേ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. നല്ല ഹൈറ്റ് ആയി ട്രീക്ക്. അതാണ് ഇതിപ്പോ എന്തെന്നാ എന്തൊരു ഹൈറ്റാ തോന്നണ മൊത്തേ. ഹൈറ്റ് ഉണ്ട്. നല്ല ഹൈറ്റായി. ഞാൻ പറയുന്നത് അവിടെ ചെടിയുടെ എല്ലാം വെട്ടി ഫ്രണ്ട് ഭാഗത്ത് മാത്രം നീര വെക്ക. അങ്ങനെ വേണ്ട, ചുറ്റിക്കോ. എന്നിട്ട് പിന്നെ ചെടിയുടെ ഇല വെച്ചാ മതി. ഇപ്പൊ 3 കളറായില്ലേ? പക്ഷെ ഇതിൽ തോന്നില്ല കേട്ടോ, വീഡിയോയിൽ അങ്ങനെ 3 കളർ തോന്നില്ല. ഒരു ഇതും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു അല്ലേ? ഇതിലെ ചിലതിനൊക്കെ ഒരു നൂലുള്ളൂ. മൊത്തം എടുത്ത് അവിടെ ഇവിടെ ഞാട്ട്. ഇത് കുറച്ചുള്ളൂ. നമ്മുടെ കുറെ ഉണ്ടായില്ല അല്ലേ? ഇതല്ലല്ലായിരുന്ന കവറ്. ഇതാണ് നമ്മുടെ ഇത്ര ഉള്ളൂ. അതെ, നമ്മള് ചെറിയ നാളുണ്ടാക്കിയോളൂ. അതെ, അത് നല്ല വലിയ ട്രീ ആണ് കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട്. മുത്തൂസ് റെഡിയാക്കിയ ഗിഫ്റ്റ് ബോക്സ്. അതെന്ത് ഗിഫ്റ്റ് ബോക്സ് മറ്റേ ഫുള്ളും ഡെക്കറേറ്റ് ചെയ്യാണ് കേട്ടോ. ഇനി കുറച്ച് ഐറ്റംസ് ഉള്ളൂ. ഇത് വലിയ ട്രീ ആയി പോയി. ആകാശത്ത് നക്ഷത്രം ഉദിച്ച് നിൽക്കുന്ന പോലെ തോന്നുന്നില്ലേ? ഫുള്ളും ഇനി ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ ഫ്രണ്ട്സ്. ഇതും ഇങ്ങനെ LED ലൈറ്റും കൂടി ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായാണ് അല്ലേ? മുത്തൂസ് റെഡിയാക്കിയ സ്നോമാൻ നോക്കും ഫ്രണ്ട്സ്. ഇതാണ് മുത്തൂസ് റെഡിയാക്കിയ സ്നോമാൻ ഫ്രണ്ട്സ്. എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ അത് സ്നോമാനെ തൂക്കാൻ പോവാണ് കേട്ടോ. എന്താ പിടിച്ചോ? സ്നോമാനാണ് അതിൽ വലുതായിട്ട് നിൽക്കുന്നത്. നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടോ ഫ്രണ്ട്സ്. കുറേ നേരത്തെ കുട്ടികളുടെ പരിശ്രമത്തിന് ശേഷം ക്രിസ്മസ് ട്രീ ഇവിടെ റെഡിയായി.
എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ ഫ്രണ്ട്സ്. നല്ല ഹൈറ്റിൽ. അയ്യോ അത് വീണ. ഗോൾഡ് വെച്ച് ശരി. ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ട്രീക്കില്ലേ ആരവിനയിലും ഹൈറ്റ് ഉണ്ട്. ആരവ ഹൈറ്റ് നോക്കാണ് കേട്ടോ ഫ്രണ്ട്സ്. ക്രിസ്മസ് ട്രീറ്റ് ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. ഇതാണ് മുത്തൂസും ടീമും റെഡിയാക്കിയ ക്രിസ്മസ് ട്രീ. താഴെ ഗിൽറ്റുമാലില്ലാത്തത് കൊണ്ട് എല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. വാവ് നല്ല ഹൈറ്റ് ഉണ്ട്. മേലെ ഒറിജിനൽ സ്റ്റാർ. ഇത് ശരിക്കും ആകാശത്ത് നിൽക്കണ സ്റ്റാർ പോലെ അല്ലേ? അതുപോലെ തോന്നില്ലേ? നല്ല ഹൈറ്റ് ഉണ്ട്. മുത്തൂസിന്റെ അത്രയും ഹൈറ്റ് ഉണ്ട്. ഓക്കേ, അപ്പൊ എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ് ഹാപ്പി